നമസ്കാരം. കണ്ണൂർ വിഷൻ ചാനലിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്ലസ് ഓർ മൈനസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. വെറും പ്ലസ് ഓർ മൈനസ് അല്ല, കണ്ണൂരിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ ഒരു പുതിയ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ ഞങ്ങൾ ചിത്രീകരിച്ചിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ പ്രിയപ്പെട്ട ഔട്ട്ലെറ്റുകളിലൂടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൂട്ടുകാരൊക്കെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് പ്ലസ് ഓർ മൈനസ്. നിശ്ചിത സമയത്തിനുള്ളിൽ 5 മിനിറ്റിനുള്ളിൽ എത്ര സാധനങ്ങൾ ഈ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യാൻ പറ്റുമോ. പിന്നെ എപ്പോഴും ഈ ഒരു പരിപാടി എന്ന് പറയുന്നത് ഒരു മനപ്പൊരുത്തം കൂടി മനസ്സിലാക്കുന്ന തക്ക രീതിയിലുള്ള ഒരു പ്രോഗ്രാം കൂടിയാണ് പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്നത്. ചിലപ്പോഴെങ്കിലും ഞങ്ങളൊരു പ്രത്യേകം തയ്യാറാക്കിയ ബോക്സിൽ എഴുതിയിടുന്ന റേറ്റുമായി ബന്ധപ്പെട്ട് ആ ഒരു നിശ്ചിത തുക ഞങ്ങൾ എഴുതിയിടുന്ന റേറ്റുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉള്ളിൽ വരികയാണെങ്കിൽ ഒരുപാട് സമ്മാനങ്ങൾ, നിരവധി സമ്മാനങ്ങളാണ് പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, എന്നാൽ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. കണ്ണൂർ വിഷൻ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ചിത്രീകരിക്കുന്നത് അൽമനാമ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റിൽ വെച്ചിട്ടാണ്. ഒരുപാട് പേര് ഇപ്പോൾ സമയം ഒരു സയൻസ് സന്ധ്യയോട് എടുക്കുമ്പോൾ ഒരുപാട് പേര് പർച്ചേസ് ചെയ്യാൻ വേണ്ടി വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യ ടീമിനെ പരിചയപ്പെടുകയാണ്. നമസ്കാരം, പേരെന്താണ്? കിരൺ. കിരൺ, എവിടെ സ്ഥലം? എവിടെ സ്വന്തം? മയ്യിൽ പെരുമാശ്ശേരി. ഇതിങ്ങനെ ചിരിക്കണേ? എല്ലാം കാണാൻ ചിരി വരുന്നുണ്ടോ? ശരി ശരി. എന്താ ചെയ്യുന്നത് കിരൺ? ഞാൻ ഒരു കമ്പനിയിൽ കണ്ണൂരിൽ തന്നെയാണോ? എങ്ങനെ വർക്ക് നന്നായിട്ട് പോകണം? സാധാരണ ഈ പർച്ചേസിങ്ങിന് ഇവിടെ ഗ്രീൻസിൽ തന്നെയാണോ പൊതുവെ വരാറ്? ഇവിടെ വരുന്നുണ്ട്. വീട്ടിലായിരിക്കും കിരണ്ടെ? വീട്ടിൽ അച്ഛൻ, അമ്മ, ഏട്ടനായി. എല്ലാവരും ജോലി ചെയ്യാൻ വർക്ക് ചെയ്യുന്നുണ്ടോ? വർക്ക് ചെയ്യുന്നുണ്ട്. അനിയൻ എന്ത് ചെയ്യാം? അനിയൻ ഇപ്പോൾ IT കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ. പേരെന്താണ്? നീതു. എന്ത് ചെയ്യാം? കമ്പനി വർക്ക് ചെയ്യാം. കണ്ണൂർ ഇപ്പം സാധാരണ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് ഗ്രീൻസിൽ വരാറുണ്ടോ? മുന്നേ വന്നിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ഇടയ്ക്ക് സാധനം വാങ്ങിക്കാൻ വരാറുണ്ട്. ഇവിടെ എങ്ങനെയുണ്ട് പർച്ചേസിങ്? അടിപൊളിയാണോ? എല്ലാ വേണ്ട സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കിട്ടാറുണ്ട്. ഇപ്പം ജോലിയൊക്കെ കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഇവിടുന്ന് സാധനം പർച്ചേസ് ചെയ്ത് പോകാറുണ്ടോ വീട്ടിലേക്ക്? ചിലപ്പോഴൊക്കെ. ഇവിടെ ഇപ്പോൾ എത്ര വർഷമായി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞാനിപ്പോ 2-3 ആഴ്ച ആവുന്നേ. ഹാപ്പിയാണോ? ഇവിടേക്ക് നന്നായിട്ട് പോകണം. അപ്പോൾ ടീമൊക്കെ ആയിട്ട് അങ്ങനെ വരാറുണ്ട് ഇവിടെ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട്? അപ്പോൾ ഇപ്പോൾ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണോ ഇവിടെ? അപ്പോൾ ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ പേര് പ്ലസ് ഓർ മൈനസ് എന്നാണ് പ്രോഗ്രാമിന്. ഞാൻ കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം. ചിലപ്പോൾ സാധാരണ ഒരു പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പോൾ വീടിനടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലൊക്കെ ഒരു പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് പോയി കഴിഞ്ഞാൽ എത്ര സമയം എടുക്കാറുണ്ട്? ഒരു ടൈമിംഗ് ഒരുപാട് സമയം എന്തായാലും ഒരു അരമണിക്കൂർ എടുക്കും. കിരണ്ട സ്വഭാവം എങ്ങനെ? പെട്ടെന്ന് പോയിട്ട് ഇന്ന സാധനം എടുത്ത് വരിക, അല്ലെങ്കിൽ ഇങ്ങനെ നോക്കി റേറ്റ് നോക്കി എടുക്കുന്ന ഒരു സ്വഭാവക്കാരനാണോ? ആവശ്യമുള്ള സാധനങ്ങൾ റേറ്റ് ആയാലും കുഴപ്പമില്ല, കുറഞ്ഞത് നോക്കി എടുക്കാറുണ്ട്. നല്ല സാധനം റേറ്റ് കുറഞ്ഞത് അങ്ങനെ നോക്കി എടുക്കുന്നത്. നല്ല സാധനങ്ങൾ റേറ്റ് കുറഞ്ഞതായിരിക്കണം. ശരി, ഇവിടെ ഒരു 5 മിനിറ്റാണ് സമയം. ഈ 5 മിനിറ്റ് സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്തൊക്കെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഗെയിം. എന്ന് വിചാരിച്ച് വലിയ പ്രൊഡക്റ്റ് അല്ല, കുഞ്ഞു പ്രൊഡക്റ്റുകൾ. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ ഒരു കൗണ്ടറിൽ ഒരു ഗ്ലാസ്സിലൊരു റേറ്റ് എഴുതി വെച്ചിട്ടുണ്ട് ഗ്രീൻസിൻ്റെ അവർ. അത് എത്രയാണെന്നുള്ളത് നമുക്കറിയത്തില്ല. നിങ്ങൾക്ക് 2 ട്രോളി തരും. 5 മിനിറ്റ് സമയമുണ്ട്. ഈ 5 മിനിറ്റ് സമയത്തിൻ്റെ കൂടെ നമ്മൾ 2 പ്രിയപ്പെട്ട കൂട്ടുകാർ നിങ്ങളുടെ കൂടെ വരും. നിങ്ങളെടുക്കുന്ന പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഇവർ ചിത്രീകരിക്കും. 5 മിനിറ്റ് ആകുമ്പോൾ ഇവർ പറയും സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഈ ട്രോളിയായിട്ട് നമ്മൾ ഇവിടത്തേക്ക് വരാം. ഓക്കെ, അങ്ങനെ നിങ്ങൾ കൊണ്ടുവരുന്ന 2 ട്രോളിയിൽ നിങ്ങൾ സെയിം പ്രൊഡക്റ്റുകളാണ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇവൻ ചിലപ്പോൾ ഒരു ബ്രിട്ടാനിയുടെ 2 ബിസ്ക്കറ്റ് സെയിം, വലുതും ചെറുതായാലും കുഴപ്പമില്ല, സെയിം ക്വാണ്ടിറ്റിയുള്ള സംഭവമാണ് വരുന്നത്, അത് ഗെയിം ഒന്ന് ഔട്ടാവും. ബാക്കി വരുന്ന പ്രൊഡക്റ്റിൻ്റെ MRP റേറ്റ് കൂട്ടി നോക്കിയിട്ട് ആ ഗ്ലാസ് ബോക്സ് എഴുതിയിരിക്കുന്ന റേറ്റിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ആ സെയിം റേറ്റ് ആണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് നൽകുന്ന സമ്മാനമുണ്ട്. 5 മിനിറ്റ് സമയം. വലിയ റേറ്റിലുള്ള സാധനങ്ങൾ എടുക്കരുത്, കുഞ്ഞു സാധനം എടുക്കാൻ നോക്കാം. അപ്പോൾ റെഡിയാണോ? ഇതിന് മുന്നേ ഇങ്ങനെയുള്ളൊരു പർച്ചേസിങ്ങുമായി ബന്ധപ്പെട്ട് ഗെയിമിൽ പങ്കെടുത്തിട്ടുണ്ടോ? അപ്പോൾ ഇവർക്കുള്ള ട്രോളി റെഡിയാണ്. 5 മിനിറ്റ് സമയമാണ്. സാവധാനം മെല്ലെ പയ്യെ എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവർക്കുള്ള ട്രോളി കൊടുക്കാം. 5 മിനിറ്റ് സമയമാണ്. 2 ട്രോളി റെഡിയാണ്. സാവധാനം നോക്കി റേറ്റ് നോക്കി എടുത്താൽ മതി. അപ്പോൾ അതിലെ റേറ്റ് എത്രയാണെന്നുള്ളത് നമുക്കറിയത്തില്ല. മാക്സിമം വലിയ റേറ്റുള്ള പ്രൊഡക്റ്റുകൾ എടുക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ 5 മിനിറ്റ് സമയം. ഓക്കെ, ടൈം സ്റ്റാർട്ട് നൗ. 5 4 3 2 1 0. മെല്ലനെ താൻ ഗോ സ്ട്രേറ്റ്. ആൾ മെല്ലനെ എടുത്തോട്ട് പോകോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, മെല്ലെ പോകാം.
അപ്പോൾ 5 മിനിറ്റ് സമയത്തിനുള്ളിൽ ഇവർ രണ്ടുപേരും, കിരൺ, നീതു രണ്ടുപേരും പർച്ചേസ് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആദ്യം നീതു കൊണ്ടുവന്നിരിക്കുന്ന പ്രൊഡക്റ്റ്, 5 മിനിറ്റ് കൊണ്ട് നീതു കൊണ്ടുവന്നിരിക്കുന്ന പ്രൊഡക്റ്റ് നമുക്കതിൻ്റെ MRP റേറ്റ് ഒന്ന് കൂട്ടി നോക്കാം. എന്നാണ് റേറ്റ് വന്നിരിക്കുന്നത്. രണ്ടുപേരും പർച്ചേസ് ചെയ്തിരിക്കുന്ന റേറ്റ് 5918. ഇനി നമുക്ക് വേണ്ടത് ഗ്രീൻസിൻ്റെ ടീം ഇതിൽ ഈ എൻവലപ്പ് എഴുതിയിരിക്കുന്ന റേറ്റ് 5918. കുഴപ്പമില്ലാത്ത പർച്ചേസിംഗ് ആയിരുന്നു. 5918 പർച്ചേസിംഗ് റേറ്റ്. ഇനി വേണ്ടത് ഇതിൻ്റെ ഉള്ളിൽ എത്രയാണ് എന്നുള്ളത് കൃത്യമായിട്ട് പ്രേക്ഷകരിലേക്ക് കാണിച്ചു കൊടുക്കണം. ഗ്രീൻസ് എഴുതിയിരിക്കുന്ന റേറ്റ് എത്രയാണ് നമുക്ക് നോക്കാം. 5918 പറഞ്ഞേ. 5500 to 6000. 5500 to 6000 ആണ് ഇവിടെ എഴുതിയിട്ടിരിക്കുന്നത്. 5918 രൂപയ്ക്കാണ് ഇവർ പർച്ചേസ് ചെയ്തത്. ഇതെങ്ങനെ സംഭവിച്ചു? 5500 to 6000, 5918 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തിരിക്കുന്നു. അങ്ങനെ ഒത്തിരി കാലത്തിന് ശേഷം നമ്മുടെ പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ വീണ്ടും ഒരു വിജയികളെത്തിയിരിക്കുന്നു. അടിപൊളി, സൂപ്പർ സൂപ്പർ സൂപ്പർ, ഗ്രേറ്റ്, സൂപ്പർ സൂപ്പർ. 5918 ഇവർ പർച്ചേസ് ചെയ്തിരിക്കുന്ന റേറ്റ് 5500 to 6000 ആണ് ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് ഈ ബോക്സിൽ എഴുതിയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് വിജയികളായ ഇവർക്ക്, പ്ലസ് ഓർ മൈനസിന്റെ ഈ എപ്പിസോഡിലെ വിജയികളായ ഇവർക്കുള്ള ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് നൽകുന്ന സ്നേഹ സമ്മാനങ്ങൾ. 5918 രൂപയ്ക്കാണ് ഇവർ പർച്ചേസ് ചെയ്തത്. 5500 to 6000 ആണ് നിങ്ങൾ ബോക്സിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു എപ്പിസോഡിലെ വിജയികൾ എന്ന് പറയുന്നത് കിരണും നീതുവാണ്. അടിപൊളിയായിട്ട് മത്സരിച്ചു. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കുള്ള ഞങ്ങളെ പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകാൻ ആദ്യം ഇതാ കിരണിനുള്ള സമ്മാനം, അതുപോലെ തന്നെ നീതുവിനുള്ള സമ്മാനം. പിന്നെ രണ്ടുപേർക്കും ചേർന്നിട്ട് കൈമ ഗോൾഡ് നൽകുന്ന ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് നൽകുന്ന സ്നേഹ സമ്മാനം. അപ്പൊ ഹാപ്പിയാണല്ലോ? ഹാപ്പിയാണല്ലോ? ചോറ് തരണേതാ. അപ്പൊ സന്തോഷം. ഓൾ ദി വെരി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു സോ മച്ച്. ഓക്കെ. ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ ലാസ്റ്റ്. നമസ്കാരം. പേരെന്താണ്? അക്ഷയ്. എവിടെ സ്ഥലം? എവിടെ അക്ഷയ്? ചെറുപുഴയാണ്. ഇവിടെ എന്താ പഠിക്കുന്നത്? എന്താണ് പഠിക്കുന്നത്? മാഗ്നസിൽ പഠിക്കുന്നു. ഇവിടെ എന്താണ് എന്താ പഠനം? മൊബൈൽ ടെക്നീഷ്യൻ. എങ്ങനെയുണ്ട്? ക്ലാസ് ഒക്കെ നന്നായിട്ട് പോകണം. ചെറുപുഴ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വളർന്നില്ലേ? ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നില്ല. റോഡിനും അതുപോലെ തന്നെ ബിസിനസ്സിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. പ്രോപ്പർ ടൗണിൽ തന്നെയാണോ വീട് വരുന്നത്? അല്ല, അവിടെ നിന്ന് 1 കിലോമീറ്റർ മാറിയിട്ട്. സ്ഥലത്തിൻ്റെ പേര് പുളിങ്ങോ. സ്ഥലം അടിപൊളി സ്ഥലമല്ലേ? ശരി. ഇവിടെ ഇപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്രയായി ക്ലാസ്? 8 മാസം. എത്രയാണ് അതിൻ്റെ ഡ്യൂറേഷൻ? അത് കഴിയാനായി. നമസ്കാരം. പേരെന്താണ്? വികാസ്. എവിടെയാണ് സ്ഥലം? എവിടെയാണ്? ഇരട്ടിയിലാണ്. ഓക്കെ. ഈ ഇരട്ടിക്കാരനും ചെറുപുഴക്കാരനും ഇവിടെ വന്നതിന് ശേഷം പരിചയപ്പെട്ടാണോ അല്ലെങ്കിൽ മുന്നേ പരിചയമുണ്ടോ? വന്നതിന് ശേഷം. ഇവിടെ വന്നതിന് ശേഷം പരിചയപ്പെട്ടാണ്.
ഈ രണ്ട് സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ മലയോര മേഖലയാണെങ്കിലും നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കണ്ണൂർ ജില്ലേൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സ്ഥലങ്ങളാണ് ചെറുപുഴ ഇരിട്ടി. പുലി ഇറങ്ങി എന്നൊക്കെ പറയാം, എന്താ ആഡ് ഇപ്പോൾ അവിടുത്തെ അതെല്ലാം ആറളത്തി അങ്ങെത്തിയല്ലേ? നമ്മുടെ പഠിക്കുന്നത് അങ്ങനെ നിൽക്കുന്നത്, നമ്മുടെ പുലികൾ അവിടെ ഉണ്ടല്ലോ അല്ലേ? സെയിം കോഴ്സ് തന്നെയാണോ പഠിക്കുന്നത്? പ്രിയപ്പെട്ട കൂട്ടുകാർ, 5 മിനിറ്റ് കൊണ്ട് പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന സാധനം ഇത്രയൊക്കെയാണ്. അപ്പോൾ അതിൽ ആദ്യം നമ്മളൊരു കൂട്ടുകാരൻ്റെ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന സാധനത്തിൻ്റെ MRP റേറ്റ് ആണ് കൂട്ടാൻ പോകുന്നത്. കൂട്ടുകാരൻ്റെ പേര് പറ. വികാസ്. അപ്പോൾ വികാസ് പർച്ചേസ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ MRP റേറ്റ് ആണ് നമ്മൾ കൂട്ടാൻ പോകുന്നത്. അതിനുശേഷമാണ് അക്ഷയ് അല്ലേ? ഓക്കെ, അക്ഷയ് പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന സാധനം പ്രൊഡക്റ്റിൻ്റെ റേറ്റ് MRP റേറ്റ് കൂട്ടുക. അപ്പോൾ നമുക്ക് നോക്കാം വികാസ് കൊണ്ടുവന്ന MRP റേറ്റ്, ടോട്ടൽ പ്രൊഡക്റ്റിൻ്റെ MRP റേറ്റ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. വികാസ് 5 മിനിറ്റ് കൊണ്ട് പർച്ചേസ് ചെയ്തിരിക്കുന്ന സാധനങ്ങളുടെ MRP റേറ്റ് ആണ് കൂട്ടി നോക്കുന്നത്. ഇപ്പോൾ 983 രൂപയായി. അതിനുശേഷം കൂടെ വന്നിരിക്കുന്ന അക്ഷയ് കൊണ്ടുവന്നിരിക്കുന്ന സാധനങ്ങളുടെ MRP റേറ്റ് കൂട്ടി നോക്കാം. 1208.
5 മിനിറ്റ് കൊണ്ട് പർച്ചേസ് ചെയ്തിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 4007. 4007 രൂപയ്ക്കാണ് കൂട്ടുകാരൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. 5 മിനിറ്റ് കൊണ്ട് 4007 രൂപയ്ക്കാണ് കൂട്ടുകാരൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അക്ഷയ് പർച്ചേസ് ചെയ്തിരിക്കുന്ന റേറ്റിൻ്റെ MRP കൂട്ടി നോക്കാം. അക്ഷയ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് എത്രയാ? 2019 നമ്മുടെ ആദ്യത്തെ മത്സരാർത്ഥി. 4007 പ്ലസ് 2019. 4007 പ്ലസ് 2019. 4007 2009 അല്ലേ? 2009. ഓക്കെ. 6026 രൂപയ്ക്കാണ് നിങ്ങൾ 5 മിനിറ്റ് കൊണ്ട് രണ്ടുപേരും കൂടി പർച്ചേസ് ചെയ്തത്. 6026 രൂപയ്ക്ക്. 6026 രൂപയ്ക്കാണ് രണ്ടുപേരും കൂടി പർച്ചേസ് ചെയ്തിരിക്കുന്നത് 5 മിനിറ്റ് കൊണ്ട്. ഇനി വേണ്ടത് ഇതിൻ്റെ ഉള്ളിൽ എത്രയാണ് എഴുതിയിരിക്കുന്നത് നമുക്ക് നോക്കാം. 6026 എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ഇതിലെത്രയാണ്, എത്രയായിരിക്കും ഏതാണ്ട് എഴുതിയിട്ടുണ്ടാവുക? 5000 രൂപ 5500. 6026 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തു. പക്ഷെ നിങ്ങൾക്ക് എഴുതി വെച്ചിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 3000 to 3500 ആണ്. 3000 to 3500 റേറ്റ് എഴുതി വെച്ചിരിക്കുന്നത്. കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും നമ്മളോട് സഹകരിച്ച് ഒരുപാട് സന്തോഷം. അപ്പോൾ നിങ്ങൾക്കുള്ള രണ്ടുപേർക്കുള്ള ഞങ്ങളുടെ പ്രോത്സാഹന സമ്മാനം ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ ഈ പ്രോഗ്രാമിൻ്റെ സ്നേഹം നിറഞ്ഞ പ്രോത്സാഹന സമ്മാനം. രണ്ടുപേർക്കുള്ള ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ പ്രോത്സാഹന സമ്മാനം. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. ജീവിതം എന്ന് പറയുന്നത് തന്നെ എപ്പോഴും കൂട്ടിയും കുറച്ചുമുള്ള ഒരു യാത്രയാണ് ജീവിതം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഒരു പ്രോഗ്രാം പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു തുകയുമായി ബന്ധപ്പെട്ട് ഇവിടെ സാധാരണ പൊതുവെ പറയാം, നമ്മൾ ഈ ക്യാമറയും മൈക്കൊക്കെ കാണുന്ന സമയത്ത് ചില ആൾക്കാർക്കൊക്കെ പേടിയാണ്. ചോദ്യങ്ങളാണോ ഉത്തരങ്ങളാണോ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ചോദ്യോത്തരങ്ങളൊന്നുമില്ലാത്ത ഒരു സ്വന്തം ഗെയിം, ഒരു സുന്ദരമായിട്ടുള്ള ഗെയിം. അത് മത്സരിക്കലും ജയിക്കലും എന്ന് പറയുന്നത് അത് മത്സരിക്കുന്നവരുടെ കയ്യിൽ തന്നെയാണ്. അവിടെ നമുക്ക് എൻ്റെ ഒരു ജോലി എന്ന് പറഞ്ഞാൽ അവരെ പരിചയപ്പെടുക, അല്ലെങ്കിൽ ആ മത്സരത്തിലേക്ക് തള്ളിവിടുക എന്നുള്ളത് മാത്രമാണ്. ബാക്കിയുള്ളതെല്ലാം അവരുടെ കയ്യിലാണ്. എങ്ങനെ ഏത് രീതിയിലാണ് പർച്ചേസ് ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഏത് റേറ്റാണ്, എങ്ങനെയുള്ള റേറ്റും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ പ്രത്യേകം ഗ്ലാസ് ബോക്സിൽ തയ്യാറാക്കി വെച്ചതെന്നൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എങ്കിൽ കൂടി അതൊരു ഓർമ്മയിലൂടെ അതിങ്ങനെ ജസ്റ്റ് ഇത്രയായിരിക്കാം എന്നുള്ളത് കൃത്യമായിട്ട് നോക്കി കണ്ട് പർച്ചേസ് ചെയ്യുന്ന ഒരു ഗെയിം കൂടിയാണ് പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്ന ഈ ഒരു ഗെയിം. വെറും പ്ലസ് ഓർ മൈനസ് അല്ല, ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസ്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. അൽമനാമ ഗ്രീൻ സൈപ്പർ മാർക്കറ്റിൽ വെച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡും ഞങ്ങൾ ചിത്രീകരിച്ചത്. സമയം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, സായം സന്ധ്യയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. നിരവധി ആൾക്കാർ സാധനങ്ങൾ, വീട്ടിലേക്ക് ആവശ്യമായിട്ട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം. ശരി, അപ്പോൾ എങ്ങനെ അടുത്ത എപ്പിസോഡിൽ പുതിയ മുഖങ്ങളായിട്ട് അതുപോലെ തന്നെ നല്ലൊരു പർച്ചേസിങ്ങുമായി ബന്ധപ്പെട്ട് വീണ്ടും കാണാം. തൽക്കാലം ഇവിടെ പറയുന്നു ബൈ ഫ്രം സുമിത് രാഘവ്. ടേക്ക് കെയർ. ടാറ്റ.